ഫ്രണ്ട്സ്, നമുക്ക് ഒരു 5 മിനിറ്റിലൊരു സാമ്പാർ റെഡിയാക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് പരിപ്പാണ്. വളരെ കുറച്ച് പരിപ്പെടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അടിച്ച് വെച്ചതാണ്. ഒരൊറ്റ അടി അടിച്ചാൽ മതി. എന്നിട്ട് അതവിടെ വയ്ക്കാം. ഇത് വെണ്ടക്കായ, തക്കാളി, ഉരുളക്കിഴങ്ങ്, കരിവേപ്പില, പിന്നെ സാമ്പാർ പൊടി. ഒരു 10 രൂപയുടെ സാമ്പാർ പൊടി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെണ്ടക്കായ ഈ കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പതുക്കനെ ഒന്ന് ഇതാവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വെണ്ടക്കായ ഇപ്പോൾ ഇടാൻ പാടില്ല, ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. പുളി ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി, കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇടാം. പെട്ടെന്ന് വെച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണത്താൽ ഒറ്റ കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ട് വേണം ഞാൻ എടുക്കുന്നത്. നമുക്ക് വലിയ ക്യാമറയോ ഇതൊന്നും ഇല്ല. നിസ്സാരം ഒരു 10,000-10,000 ഒരു മൊബൈൽ മാത്രമേ ഉള്ളൂ. അതും വെച്ചിട്ടാണ് കളി. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഒരടി അടിച്ചെടുക്കാം. ഒരടി അടിക്കേണ്ട, ഒന്ന് എയർ വരുമ്പോൾ തന്നെ നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ഒഴിക്കാം കേട്ടോ. പുളി ഒഴിച്ച് വെണ്ടക്കായ ഇട്ടിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി കുക്കർ അടയ്ക്കേണ്ട കേട്ടോ, വിസിലൊന്നും വേണ്ട, അല്ലാതെ തന്നെ അത് വേവട്ടെ. അപ്പം നമ്മുടെ വെണ്ടക്കായൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പുളി ഒഴിച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് കടുകും മുളകും വറുത്തിടണം. ഒന്നും കൂടി ആവണം. അപ്പോൾ നമുക്ക് വറുത്തിടാം. കടുക്, ഉലുവ, പിന്നെ വറ്റൽമുളക്, കരിവേപ്പില കേട്ടോ. ഇതാണ് സാമ്പാറിലേക്ക്. എന്നിട്ട് ഈ സാമ്പാർ പൊടി ഇതിലിടാം. ഇതെന്നിട്ടെന്നറിയില്ലേ, ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാക്കുക പതുക്കനെ, എന്നാലാണ് ടേസ്റ്റ് ആവുള്ളൂ. പച്ച ചുവ വിടണം. എന്നിട്ട് സാമ്പാർ വെക്കും. നമ്മുടെ സാമ്പാർ റെഡി. എന്ന് വെച്ചാൽ 5 മിനിറ്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് കുക്കറുള്ള കാരണം ജസ്റ്റ് പെട്ടെന്നാവും സാമ്പാർ. കണ്ട, ഓക്കെ, സാമ്പാർ റെഡി.